ഹായ് ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 71ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനുമാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഇവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 11, 22, 33 എക്സെട്ര 11, 22, 33. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം എടുത്തെഴുതാം. ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ x1 എന്ന് എഴുതുന്നു, ഈക്വൽ ടു അത് 11 ആണ്. അതുപോലെ ഡി ഈക്വൽ ടു 22 11 കുറച്ചു, അതും 11 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി 25 പദങ്ങളുടെ ടേമാണ്. അപ്പോൾ n നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയറക്റ്റ് ഇക്വേഷൻ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ 25ാമത്തെ ടൈം കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് nth ടൈം എന്നുള്ള ഇക്വേഷൻ അതാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ x1 പ്ലസ് അല്ലെങ്കിൽ a പ്ലസ് n മൈനസ് 1 എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ ഈ 25ാമത്തെ പദം കൂടെ ചേർത്ത് ചെയ്യാം. രണ്ടായിട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് x25 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. x25 25ാമത്തെ പദം എന്ന് പറയും ഫസ്റ്റ് ടൈം x1 പ്ലസ് 24 d ചെയ്താൽ മതി. ഈക്വൽ ടു ഫസ്റ്റ് ടൈം 11 പ്ലസ് 24 ഇൻറ്റു 11 ഈക്വൽ ടു 11 പ്ലസ് 24 ഇൻറ്റു 11 264 ഈക്വൽ ടു 275 എന്ന് കിട്ടി. ഇനി സമ്മ്, അതായത് എസ് സം ഓഫ് 25 ടൈംസ് ആണ്. അപ്പോൾ S25 എളുപ്പത്തിൽ എഴുതി. ഈക്വൽ ടു അത് n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അതായത് ഇവിടെ 25 ഫസ്റ്റ് ടൈം 11 പ്ലസ് nth ടൈം 270 ഈക്വൽ ടു 25/2 286. 286 2 കൊണ്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഈക്വൽ ടു 25 ഇൻറ്റു 143 ഈക്വൽ ടു 3005 എന്ന് നമുക്ക് ആൻസർ. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസ് 12, 23, 34 നമുക്ക് തന്നിട്ടുള്ളത് അറിയാവുന്ന ഫസ്റ്റ് ടൈം x1 ഈക്വൽ ടു 12 ആണ്. അതുപോലെ d ഈക്വൽ ടു 23 12 കുറച്ചു 11. അതുപോലെ n ഈക്വൽ ടു 25 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ 25 തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതി. ഇനി നമുക്ക് nth ടൈം, അതായത് 25ാമത്തെ ടൈം x25 എന്ന് ഞാൻ എഴുതുന്നു, ഈക്വൽ ടു അത് ഫസ്റ്റ് ടൈം x1 പ്ലസ് 24d ആണ്. ഈക്വൽ ടു 12 പ്ലസ് 24 ഇൻറ്റു d 11 ഈക്വൽ ടു 12 പ്ലസ് 264 ഈക്വൽ ടു 276 276 എന്ന് നമുക്ക് 25ാമത്തെ ടൈം nth ടൈം 25ാമത്തെ ടൈം കിട്ടി. ഇനി സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ഇവിടെ S25 25 ടൈമിൻ്റെ സം ഈക്വൽ ടു 25/2 ഇൻറ്റു x1 ഇവിടെ 12 ആണ്, 12 പ്ലസ് 25ാമത്തെ ടൈം 276 ഈക്വൽ ടു 25/2 ഇൻറ്റു 276 12 288 ഈക്വൽ ടു, ഇതിനെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 25 ഇൻറ്റു 144 ഈക്വൽ ടു 3600 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 21, 32, 43. ഇവിടെ ഫസ്റ്റ് ടൈം x1 ഈക്വൽ ടു 21 ആണ്. അതുപോലെ d ഈക്വൽ ടു 32 മൈനസ് 21 32 21 കുറച്ചാൽ 11. അതുപോലെ n ഈക്വൽ ടു എല്ലാ ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ 25. ഇനി nth ടൈം, അതായത് 25ാമത്തെ ടൈം x25 ഈക്വൽ ടു ഫസ്റ്റ് ടൈം x1 പ്ലസ് 24d ഈക്വൽ ടു 21 പ്ലസ്
24 ഇൻറ്റു ഡി 11 ഈക്വൽ ടു 21 പ്ലസ് 264 285 ആൻസർ കിട്ടി. nth ടൈം. ഇനി സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഈക്വൽ ടു n ഇവിടെ 25 ആണ്. 25 ഡിവൈഡ് ബൈ 2 ഫസ്റ്റ് ടൈം 21 21 പ്ലസ് 285 ഈക്വൽ ടു 25/2 ഇൻറ്റു 21 285 കൂട്ടിയാൽ 306 ഈക്വൽ ടു 25 ഇൻറ്റു ഈ 2നെ 306 നമ്മൾ കിട്ടിയാൽ 153 ഈക്വൽ ടു 3825 25 ഇൻറ്റു 153 ഈക്വൽ ടു 3825. ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ 19 28 37 എക്സ്. ഇവിടുത്തെ ഫസ്റ്റ് ടൈം x1 ഈക്വൽ ടു 19 ആണ്. അതുപോലെ ഡി ഈക്വൽ ടു 19 28 ആണ്. 28 നിന്ന് 19 കുറച്ചാൽ 9. അതുപോലെ n ഈക്വൽ ടു 25 തന്നെ. ഇനി 25ാമത്തെ ടൈം കണ്ടുപിടിക്കാം. x25 ഈക്വൽ ടു x1 പ്ലസ് 24 ഡി ഈക്വൽ ടു 19 ആണ്. 19 പ്ലസ് 24 ഇൻറ്റു ഡിയുടെ 9 ആണ്. 24 ഇൻറ്റു 9 ഈക്വൽ ടു 19 പ്ലസ് 216. അപ്പോൾ ഈക്വൽ ടു 216 19 235 എന്ന് കിട്ടി nth ടൈം, അതായത് 25th ടൈം. ഇനി സം ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ഈക്വൽ ടു 25/2 ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് ടൈം 19 ആണ്. അപ്പോൾ 19 പ്ലസ് 25th ടൈം nth ടൈം 235 കിട്ടി. 235 ഈക്വൽ ടു 25/2 ഇൻറ്റു 235 19 കൂടെ കൂട്ടിയാൽ 254. ഇതും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു 25 ഇൻറ്റു 254 പകുതി 127 ഈക്വൽ ടു 3175 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 25 ഇൻറ്റു 127 3175 ആണ് ഇവിടുത്തെ ആൻസർ. ഈ 4 കണക്കും എല്ലാം ഒരുപോലെ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം, സെക്കൻഡ് ടൈം അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എത്രാമത്തെ ടൈമാണ്? 25 ടൈമുകളുടെ സമ്മാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് n 25 എന്ന് എഴുതാം. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം എഴുതുക, കോമൺ ഡിഫറൻസ് എഴുതുക, n തന്നിട്ടുള്ള കാര്യം എഴുതി വെച്ചു. പിന്നെ 25ാമത്തെ ടൈം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഒരു സ്റ്റെപ്പ് അങ്ങനെ ചെയ്തു വെച്ചു. പിന്നീട് ഡയറക്റ്റ് ഇക്വേഷനിൽ തന്നെ സമ്മിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു. ഫസ്റ്റ് ടൈമും nth ടൈം നമുക്കറിയാം, 25th ടൈം അറിയാം, nth ടൈം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും കൂടെ കൂട്ടി അതിനെ n/2 കൊണ്ട് അതിൻ്റെ പകുതി കാണുന്നു, അല്ലെങ്കിൽ n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പകുതി കണ്ട് അതിനെ 25 കൊണ്ട് ഗുണിക്കുന്നു. എല്ലാ കണക്കും ഈ 4 കണക്കും ഒരേ പാറ്റേണിലാണ് ഉള്ളത്. അപ്പോൾ അത് നാളെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു.